ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയ ഒരു വീഡിയോ, ഒരു പഴയ വീഡിയോ ആണ്, പണ്ട് ഇട്ടത്. ഒരു 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 2 മാസത്തെ ജൂൺ മാസത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ ഇപ്പോൾ ഇടുന്നതാണ്. കാരണം എനിക്ക് നമ്മുടെ കാലിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിരിക്കുന്നത് കാരണം എനിക്ക് പുതിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇടാം എന്ന് കരുതുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ ഞാൻ എടുക്കാൻ തന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നാളെ അനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിൽ അനി പറഞ്ഞു, എനിക്ക് ഷാജി കൈലാസിൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാനായിട്ട് വളരെ ആഗ്രഹമുള്ളൂ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാനേ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭാര്യയായിട്ട് ഇരിക്കാൻ താല്പര്യം, ഭക്ഷണം വെച്ച് കൊടുക്കുക, അതൊക്കെയാണ് താല്പര്യം എന്ന് പറയുമ്പോൾ കുറേ പുരുഷന്മാർ ഇതിൽ താഴെ വന്നിട്ട് കുറേ ഇങ്ങനെയായിരിക്കണം ഭാര്യ, ഇതായിരിക്കണം ഭാര്യ, അനീനെങ്ങനെ ഹൈപ്പിലങ്ങ് മുകളിലേക്ക് വിടുത്തുകൊണ്ട് പോകുമ്പോൾ കുറേ സ്ത്രീകൾ ഇതിനെതിരെ പറയുന്നു, കുറേ പുരുഷന്മാർ ഇതിനെതിരെ പറയുന്നു, കുറേ സ്ത്രീകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, കുറേ അങ്ങനെ പല തരം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂട്ടും ഇടി ബഹളമൊക്കെ അങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനും കുറച്ചൊക്കെ നല്ലതും കുറച്ചൊക്കെ പൊട്ടയും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെ വരെ എത്തിയത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒന്ന് വീട്ടിൽ വരുന്നവരോടൊന്ന് സംസാരിക്കാനോ അവരോട് മിണ്ടാനോ അല്ലെങ്കിൽ പുറത്ത് പോകാനോ ഒക്കെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ വീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നവരാരും തന്നെ എനിക്ക് നൽകിയിരുന്നില്ല. അതിനെ എതിർത്ത് സംസാരിക്കാനോ പറയാനോ പാവം പിടിച്ച എൻ്റെ ഹസ്ബൻഡിനും പറ്റിയിരുന്നില്ല. അപ്പോൾ ഷാജി ഹൈലൈസിനെ പോലെയുള്ള ഒരു ഭർത്താക്കന്മാരാണെങ്കിൽ ഓക്കെ, നമുക്ക് പാവങ്ങളും എന്താ വെച്ചാൽ പറയാം, നമുക്ക് സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഭാര്യേനെ, അയ്യോ എൻ്റെ ഭാര്യയാണ്, അവൾക്കൊന്ന് പുറത്തേക്ക് പോകണം, അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഭർത്താക്കന്മാർക്ക് അതിന് സാധിക്കാതെ വരുന്നത് അതിനെതിരെ നിൽക്കുന്ന കുറച്ച് സ്ത്രീകളും ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഒന്ന് ഉറക്കെ സംസാരിക്കാം, ഒന്നിങ്ങ് ഉറക്കെ ചിരിക്കാം, ഒന്ന് മിണ്ടാൻ, അടുത്ത അയൽവക്കത്തോട്ട് ഒന്ന് മിണ്ടാൻ, അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്നവരോടൊന്നൊക്കെ മിണ്ടാൻ പറ്റാത്ത ഇഷ്ടം പോലെ സ്ത്രീകൾ ഇന്നും ഭൂമിയിലുണ്ട്. എനിക്കും പരിചയമുണ്ട്, ഞാനും കുറച്ചൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ വരുന്നവരോട് സങ്കടങ്ങൾ പറയാൻ പറ്റും, വീട്ടിൽ നിന്ന് വരുന്നവരോട് സങ്കടങ്ങൾ പറയാൻ പറ്റില്ല. സ്വന്തം ഭർത്താവിനോട് സങ്കടങ്ങൾ പറഞ്ഞാലോ ഭർത്താവ് അത് കേട്ടു കഴിഞ്ഞാൽ പെൺകോന്തനായി, ഭർത്താവ് അത് കേട്ടില്ലെങ്കിലോ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ രണ്ടും കേൾക്കാതെ ഒന്നും മിണ്ടാതെ ആ ചെവി ഈ ചെവി ഇല്ലാതെ പോകുന്ന ഭർത്താക്കന്മാരും ഒക്കെ നമുക്ക് ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോഴേ ഇങ്ങനെ ആയിരിക്കണം ഭാര്യ, ഇതായിരിക്കണം ഭാര്യ എന്ന് നമ്മൾ പറയുമ്പോൾ ഭാര്യമാർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, സന്തോഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മൾ പരസ്പരം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അല്ലേ. കുറച്ച് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തനിച്ചായതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ കുറച്ച് കിട്ടുന്നത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ പൊന്നുപോലെയാണ് ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ പെൺകൊന്തെന്നും ഭാര്യയെ അടിമയാണെന്നും ഒക്കെയുള്ള പേരുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് സന്തോഷം സമാധാനമാണ്, എൻ്റെ ഹസ്ബൻഡിനും സന്തോഷവും സമാധാനമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് ഇങ്ങനെ ഒത്തൊരുമയോടുകൂടി പോകാനുള്ള കാരണം പരസ്പരം സ്വാതന്ത്ര്യം, പരസ്പര അംഗീകാരങ്ങൾ, പരസ്പര വിശ്വാസങ്ങൾ പരസ്പരം കൊടുക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്ത് ജീവിക്കുന്നത് അത്ര ശരിയല്ലായിരിക്കും അല്ലേ. അങ്ങനെ നമുക്ക് കുറച്ച് സമയം ഒരു 3 മണിക്കൂറോ 2 മണിക്കൂർ 1 മണിക്കൂർ നമ്മളുടേതായ ലോകത്തേക്ക്, നമ്മളും ഒരു വ്യക്തികളാണെന്ന് വിചാരിച്ച് നമ്മളെയും ആ ലോകത്തേക്ക്, നമ്മളുടേതായ ലോകത്തേക്ക് കൊണ്ടുപോകാൻ നമുക്കും കൂടിയുള്ളവർക്ക് സാധിച്ചെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം, നീ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറ്റില്ല. പിന്നെ നമുക്ക് പൊതുവേദിയിൽ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ശരിയായിരിക്കാം, നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു വരുമ്പോൾ നമുക്ക് അതൊക്കെ ശരിയായി തോന്നിയിരിക്കാം. പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് പല തെറ്റുകളും കുറ്റങ്ങളും ശരികളും പോരായ്മകളൊക്കെ നമുക്ക് പരസ്പരം തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ഒരു ഭർത്താവ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഭാര്യയായിട്ടും അയാളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടും അയാളുടെ മക്കളെ പോറ്റി വളർത്താനൊക്കെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുക. അങ്ങനെയുള്ള സ്ത്രീകൾ തന്നെയാണ് 99% നമ്മുടെ ഭൂമിയിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ കുറേ മീഡിയാസിലും നമ്മൾ കാണുന്നുണ്ട്, വാർത്തകളിലും ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഇപ്പം കണ്ടുവരുന്നുണ്ട്. പക്ഷേ
അങ്ങനെയുള്ള സ്ത്രീകൾ ഈ അനി അനി ഷാജി കൈലാസിനെ പോലെയുള്ള ആ ഒരു ഏജിലുള്ള എല്ലാ സ്ത്രീകളും, അതായത് ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾ എല്ലാവരും അങ്ങനെ തന്നെ വിചാരിച്ച് മുന്നോട്ട് തന്നെ പോകുന്നവർ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന, അംഗീകാരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സമത്വം എന്ന് പറയുന്ന ഒരുപാട് വിശ്വാസങ്ങളിലൂടെ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആറ്റുനോറ്റ് ഞങ്ങൾക്കൊരു കുറച്ച് സമയം കിട്ടി. ഞങ്ങൾക്ക് ആ സമയം കിട്ടിയപ്പോൾ ഞങ്ങളത് എൻജോയ് ചെയ്യാൻ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇങ്ങനെയുള്ള എൻജോയ്മെൻറ്റ്സാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമ്മുടെ മൈൻഡ് ആകെ റീഫ്രഷ് ആവും. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ തനിച്ചാണ് പോകുന്നതെങ്കിൽ തനിച്ച് പോകാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ തനിച്ച് നടക്കുമ്പോഴായാലും നമ്മുടെ മൈൻഡ് ഫുള്ള് റീഫ്രഷ് ആവും. ആ റീഫ്രഷ്മെൻറ്റിൽ നമുക്ക് ഈ ലോകം തന്നെ നമ്മൾ എടുത്തു മറിച്ച് നടക്കാൻ നമുക്ക് സാധിക്കും. അത്രയധികം പണികൾ എടുക്കാൻ സാധിക്കും. വീട്ടിൽ മനസ്സ് നന്നാവുമ്പോഴാണ് ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലേ. എന്താ പറയുക, എന്തോരം പണികൾ വേണമെങ്കിലും എടുക്കാം. ഈ വീട്ടമ്മമാരായ എല്ലാ സ്ത്രീകളുടെ ആഗ്രഹം എന്തോരം പണികൾ വേണമെങ്കിലും ഞങ്ങൾക്ക് എടുക്കാം. ഞങ്ങൾക്ക് കുറച്ച് അംഗീകാരം കിട്ടിയാൽ മതി, ഞങ്ങളെ ഒന്ന് സ്നേഹിച്ചാൽ മതി, ഞങ്ങളെ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളൊക്കെ തന്നെയാണ് ഞാനും. അതൊക്കെ നമുക്ക് കിട്ടുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നമുക്കും ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സന്തോഷത്തോടെ പണിയെടുക്കാനും വീട്ടിൽ ഹസ്ബൻഡിനെ നോക്കാൻ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളായാലും കുട്ടികളെ കാര്യങ്ങളായാലും എല്ലാം നമുക്ക് നോക്കി നടക്കാൻ എന്തിനും നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് സന്തോഷം വേണം, സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം, അംഗീകാരം വേണം, പരസ്പരം അല്ലേ. അപ്പോൾ അങ്ങനെ ബിരിയാണിയും എന്താ പറയുക, തലശ്ശേരി ബിരിയാണിയും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോഴും കഴിക്കും. പക്ഷേ സുഹൃത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വ്യത്യസ്തമായിരിക്കും. ഫുഡ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ളതും നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് വരിക, എന്ത് രസമായിരിക്കും എന്നറിയോ. വെറുതെ അല്ലെങ്കിൽ നമുക്ക് ഈ അഗ്രികൾച്ചർ ഫോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. അതിനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം, ചെറിയ ചെറിയ സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു അംഗീകാരമൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, ജീവിതം എവിടം വരെ എത്തുമെന്നറിയോ. എന്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഗ്ലൂമി അടിച്ച് ഒരു സ്ട്രെസ് ചെയ്ത് എൻ്റെ ഒരു വലിയൊരു ജീവിതത്തിലൂടെയൊക്കെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ കഥയുടെ ഒരു കുറച്ച് ഭാഗം മാത്രമല്ലേ നിങ്ങൾ അന്ന് കേട്ടിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. അതൊന്ന് കേൾക്കണേ. അതിന് ശേഷം ഇനിയും ഞാൻ ഇൻട്രോ വീഡിയോ ഇഷ്ടംപോലെ ഇടാമേ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കതൊക്കെ സംസാരിക്കണം നിങ്ങളുടെ അടുത്ത്, ഞാൻ എങ്ങനെ എവിടം വരെ എത്തി എന്നുള്ളത്. ഒരു ഇതായിട്ടാ അജിന്ത്യ പ്രസാദ് ഫാമിലിയുള്ള സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ ബൈ.